എല്ലാവർക്കും ഗൈഡ്സ് അക്കാദമിയുടെ നഴ്സിംഗ് ഓഫീസർ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. നമുക്ക് മോഡേൺ മെഡിസിനെ കുറിച്ച് പറയാം. നിങ്ങൾ മോഡേൺ മെഡിസിൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് അല്ലേ, നമ്മുടെ അലോപ്പതിക് മെഡിസിൻ, മെയിൻ ആയിട്ട് നമ്മുടെ അലോപ്പതിക് മെഡിസിൻ. അപ്പൊ അതിന് കുറച്ച് ആസ്പെക്ട്സ് വരുന്നുണ്ട്. അതായത് നമ്മുടെ ക്യൂറേറ്റീവ് മെഡിസിൻ, പ്രിവെന്റീവ് മെഡിസിൻ, സോഷ്യൽ മെഡിസിൻ, ഫാമിലി ആൻഡ് കമ്മ്യൂണിറ്റി മെഡിസിൻ. ഈ കൺസെപ്റ്റ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചിരുന്നാൽ മതി. ഇത് ക്വസ്റ്റ്യൻ അങ്ങനെ ചോദിക്കത്തില്ല. എന്തായിരിക്കും ക്യൂറേറ്റീവ് മെഡിസിൻ എന്ന് പറയുന്നത്? അതായത് നമുക്കൊരു ഡിസീസ് വന്നല്ലേ, മോഡേൺ മെഡിസിന്റെ ഒരു കൺസെപ്റ്റ് അത് അങ്ങനെ ഒന്ന് അറിഞ്ഞു വെച്ചിരുന്നാൽ മതി നിങ്ങൾ. ക്യൂറേറ്റീവ് മെഡിസിൻ എന്ന് പറയുമ്പോഴത്തേക്ക്, അതായത് നമുക്കൊരു അസുഖം വന്നു അല്ലെ, നമുക്ക് അതിനെ ക്യൂർ ചെയ്യണമെങ്കിൽ എന്ത് വേണം? നമുക്ക് അതിന് വേണ്ടിയിട്ട് ഡയഗ്നോസ്റ്റിക് മെത്തേഡ്സ് വേണം, അതിനെ നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് വേണം, മെഡിസിൻസ് വേണം. അപ്പൊ അതിനെ പറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഒന്ന് പഠിക്കണം അല്ലെ. അല്ലെങ്കിൽ നമുക്കൊരു ഇപ്പൊ ക്യാൻസർ, ഡയബറ്റീസ്, എല്ലാത്തിനും ഒരേ ട്രീറ്റ്മെന്റ് ആണോ നമ്മൾ കൊടുക്കുന്നത്? അല്ല, നമ്മൾ സെപ്പറേറ്റഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് ആയിരിക്കും കൊടുക്കുന്നത്. അപ്പൊ ഈ ക്യൂറേറ്റീവ് മെഡിസിൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഓൾറെഡി ഡിസീസസ് വന്നു, പക്ഷെ നമുക്ക് എന്ത് ചെയ്യണം? ആ ഡിസീസസിനെ നമുക്ക് അതിന്റെ ഒരു പീരീഡിന്, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു അസുഖത്തിന്റെ ഒരു കാലാവധി നമുക്ക് കുറയ്ക്കണം, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് അതിൽ നിന്നൊരു സൗഖ്യം നമുക്ക് വേണം. നമുക്കൊരു ആ ഒരു അസുഖത്തിൽ നിന്ന് നമുക്ക് കുറച്ചു കാലമെങ്കിലും മുന്നോട്ട് നമുക്ക് ജീവിക്കണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ പുതിയ പുതിയ ടെക്നോളജീസ്, ട്രീറ്റ്മെന്റ് ഏരിയാസ് ഒക്കെ കൊണ്ടുവരും. അതാണ് നമ്മുടെ ക്യൂറേറ്റീവ് മെഡിസിൻ എന്ന് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ ഗസിയ? ഓക്കെ. അപ്പൊ പ്രിവെന്റീവ് മെഡിസിൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? പ്രിവെന്റീവ് മെഡിസിൻ, അതായത് പ്രിവെന്റീവ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓൾറെഡി അതായത് നമുക്ക് വരാതെ തന്നെ എന്ത് ചെയ്യണം? പ്രിവെന്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ മെത്തേഡ്സ് യൂസ് ചെയ്യാം? നമുക്ക് വേണമെങ്കിൽ പേഷ്യന്റ് ഐസൊലേറ്റ് ചെയ്യാം, നമുക്ക് അല്ലെങ്കിൽ ഇമ്മ്യൂണൈസേഷൻ കൊടുക്കാം, പിന്നെ ക്വാറന്റൈൻ മെത്തേഡ്സ് സജസ്റ്റ് ചെയ്യാം, ഡിസിൻഫെക്ട് ചെയ്യാം, സ്റ്റെറിലൈസ് ചെയ്യാം അല്ലെ. ഇങ്ങനെയുള്ള കുറെ മെത്തേഡ്സ് നമുക്ക് കൊണ്ടുവരാം. അതാണ് നമ്മുടെ പ്രിവെന്റീവ് മെഡിസിന്റെ ആസ്പെക്റ്റിൽ പറയുന്നത്. അപ്പൊ ക്യൂറേറ്റീവ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓൾറെഡി അസുഖം വന്നു, നമുക്ക് അതിനെ ക്യൂർ ചെയ്യണം. ഓക്കെ. പ്രിവെന്റീവ് എന്ന് പറയുമ്പോഴോ നമുക്ക് ഓൾറെഡി അസുഖം വന്നിട്ടില്ല, പക്ഷെ അസുഖം വരാതെ നമ്മൾ കുറെ കാര്യങ്ങൾ വരുന്നതിന് മുമ്പേ നമ്മൾ എന്ത് ചെയ്യണം? കുറെ മുൻകരുതലുകൾ എടുക്കണം. അതാണ് നമ്മുടെ പ്രിവെന്റീവ് മെഡിസിൻ എന്ന് പറയുന്നത്. അതിനുവേണ്ടി നമ്മൾ ഇമ്മ്യൂണൈസേഷൻ എടുക്കുന്നു. അതായത് നമ്മളിപ്പോ കൊറോണയുടെ ആ ഒരു ഔട്ട് ബ്രേക്ക് വന്നു. അപ്പൊ നമ്മൾ കുറെ പേരെങ്കിലും നമുക്ക് ആ കൊറോണ വരാതിരുന്നത് നമ്മൾ കുറെ വാക്സിനേഷൻ ഒക്കെ എടുത്തു. എല്ലാരും ഒരു 2 ഡോസ് 3 ഡോസ് ഒക്കെ എന്നൊക്കെ പറഞ്ഞിട്ട്, ബൂസ്റ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ വാക്സിനേഷൻ ചെയ്തു. അപ്പൊ കുറെ പേർക്ക് എന്ത് ചെയ്തില്ല? അസുഖം വന്നില്ല. പക്ഷെ കുറച്ചു പേർക്കെങ്കിലും, വാക്സിൻ എടുത്തവർക്ക് പോലും പലർക്കും വന്നു എന്ന് പറയുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ഒത്തിരി ഇഷ്യൂസ് ഉണ്ടായി. അപ്പൊ പ്രിവെന്റീവ് എന്ന് പറയുമ്പോൾ നമ്മൾ വരുന്നതിന് മുമ്പേ ഒരു മുൻകരുതലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ഡിസീസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു മുൻകരുതൽ, അല്ലെങ്കിൽ ഇമ്മ്യൂണൈസേഷൻ, ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ സ്റ്റെറിലൈസേഷൻ, ഡിസിൻഫെക്ഷൻ, അങ്ങനെയുള്ള കുറെ മെത്തേഡ്സ് സജസ്റ്റ് ചെയ്യുന്നതാണ് നമ്മുടെ പ്രിവെന്റീവ് മെഡിസിന്റെ ആസ്പെക്റ്റിൽ വരുന്നത്. ഇനി സോഷ്യൽ മെഡിസിൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മൊത്തം സൊസൈറ്റിയെ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ഒന്ന് പ്രൊട്ടക്ട് ചെയ്യണം അല്ലെ. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം നമ്മുടെ സൊസൈറ്റിയില്? സോഷ്യൽ മെഡിസിൻ എന്ന് പറയുമ്പോ അതായത് നമുക്ക് വേണമെങ്കിൽ അവരുടെ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് ഇംപ്രൂവ് ചെയ്യിപ്പിക്കാം, നമുക്ക് അവരുടെ നോളേജ് വർദ്ധിപ്പിക്കാം, അല്ലെങ്കിൽ തന്നെ നമുക്ക് നമ്മുടെ സീവേജ് ഡിസ്പോസൽ പ്രോപ്പർ ആക്കാം. പിന്നെ അതല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? വാട്ടർ സാനിറ്റേഷൻ അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറച്ചൊന്ന് ഇംപ്രൂവ് ചെയ്യിക്കാം. അതാണ് സോഷ്യൽ മെഡിസിൻ. ഇനി ഫാമിലി ആൻഡ് കമ്മ്യൂണിറ്റി മെഡിസിൻ എന്ന് പറഞ്ഞാലോ, നമുക്ക് കമ്മ്യൂണിറ്റിയിൽ ചെന്ന് അല്ലെങ്കിൽ ഫാമിലിയിൽ ചെന്ന് എന്ത് ചെയ്യാം? നമുക്ക് അവർക്ക് അവയർനെസ് കൊടുക്കാം, അല്ലെങ്കിൽ അവർക്ക് എത്രത്തോളം പേർക്ക് അസുഖങ്ങൾ ഉണ്ടെന്ന് കണ്ടുപിടിക്കാം, അതിനെതിരെ ട്രീറ്റ്മെന്റ് കൊടുക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഫാമിലി ആൻഡ് കമ്മ്യൂണിറ്റി മെഡിസിനിൽ വരുന്നത്. അപ്പൊ ഇത് PSC ചോദിച്ചിട്ടുള്ളതെന്നല്ല, പക്ഷെ ഈ കൺസെപ്റ്റ് നമ്മുടെ പാർക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഇതുണ്ട്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് ഈ ഹെഡിങ് ഒന്ന് അറിഞ്ഞേക്കുക. അതായത് ക്യൂറേറ്റീവ് മെഡിസിൻ എന്താണ്, പ്രിവെന്റീവ് മെഡിസിൻ, സോഷ്യൽ മെഡിസിൻ, ഫാമിലി ആൻഡ് കമ്മ്യൂണിറ്റി മെഡിസിൻ. ഇതിന്റെ ആസ്പെക്ട് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. മനസ്സിലായോ?